ഹലോ, നമുക്കൊരു ജേണൽ സ്പ്രെഡ് ചെയ്താലോ? ഞാൻ ഇങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ കണ്ടിരുന്നപ്പോഴായിരുന്നേ എനിക്കൊരു ജേണൽ ചെയ്യണം എന്നൊക്കെയുള്ളൊരിത് വന്നത്. പിന്നെ ഞാൻ പുതിയൊരു ജേണലിംഗ് ബുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് ഡിസംബറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാമെന്നായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു എന്തിനാ ഞാൻ നാളത്തേക്ക് വെക്കുന്നത്. പണ്ട് തൊട്ടേ എനിക്കുള്ളൊരു ശീലമായിരുന്നു. കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക, കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി വയ്ക്കുക. 1-ാം തീയതി ആവട്ടെ, 2-ാം തീയതി ആവട്ടെ, നാളെ ചെയ്യാം എന്നൊക്കെ വെച്ചിട്ട്. ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാതിരിക്കാൻ അതിന് മുമ്പ് ഡിസംബറിൽ ഞാൻ ചെയ്തു തുടങ്ങും എന്തൊക്കെയാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത്. അതായത് ഇപ്പം ഞാനൊരു വിഷൻ ബോർഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ വിഷൻ ബോർഡിൽ എഴുതുന്നതെല്ലാം അടുത്ത വർഷത്തേക്കുള്ളതാണെങ്കിലും ഞാനിപ്പം എൻ്റെ ഹെൽത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഷുഗർ കട്ട് ചെയ്യും, പിന്നെ എക്സസൈസ് ഒക്കെ ഇന്ന് തുടങ്ങും എന്നുള്ള ഇതിലാണ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങിയൊരു സ്പ്രെഡായിരുന്നു ഇത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തതായിരുന്നേ. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഇത് യൂസ്ഫുൾ ആവും. എല്ലാവരും ഒന്ന് ഗോ ത്രൂ ചെയ്യാൻ നോക്കുക ഞാൻ എഴുതിയേക്കുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഇന്നാക്കേണ്ടതും ഔട്ടാക്കേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എപ്പം പറയുന്ന പോലെ ഇതും ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഞാൻ ഇതിൽ ആക്ച്വലി ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പേജ് എനിക്ക് ഭയങ്കര അടിപൊളിയായി ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിന് പറ്റിയ അത്രയും ഇതൊന്നും ഐഡിയാസൊന്നും എനിക്കിപ്പോൾ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് പേജ് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡിന് തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കായി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ എനിക്ക് ചിലപ്പം ഇമോഷണലി ചിന്തിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് വരത്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒഴിവാക്കിയത്. അപ്പോൾ